സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതർ പരാമർശത്തിൽ വിവാദം തുടരുന്നു. കേന്ദ്രമന്ത്രിക്കെതിരെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ പരാമർശം വളച്ചൊടിച്ചെന്ന് സുരേഷ് ഗോപി. മൗനം തുടർന്ന് ബിജെപി സംസ്ഥാന നേതൃത്വം. വിവാദ പ്രസ്താവനയിൽ നിന്ന് മലക്കം മറിഞ്ഞ് ജോർജ് കുര്യൻ. സംസ്ഥാനം ധനകാര്യ കമ്മീഷനെ സമീപിക്കാനാണ് പറഞ്ഞതെന്ന വിശദീകരണം. പ്രതികരണം: പ്രസ്താവന വിവാദമായതിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ ഭാഗമാകേണ്ടവർ വിഘടന്യായം പറയുന്നതായി മുഖ്യമന്ത്രി. കേരളത്തിന്റെ റെയിൽവേ വിഹിതം 3042 കോടി എന്ന അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ 35 റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കും. UPA കാലത്തേക്കാൾ 8 ഇരട്ടിയെന്നും റെയിൽ മന്ത്രി. രാജ്യത്ത് 200 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കും. റോഡുകളിൽ ടോൾ പിരിക്കാൻ സംസ്ഥാന സർക്കാർ. പണം പിരിക്കുക. കിഫ്ബി പദ്ധതി പ്രകാരം പണിയുന്ന റോഡുകൾക്ക് ധാരണ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ ഉടൻ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരും. കോട്ടയത്ത് പോലീസുകാരനെ ചവിട്ടിക്കൊന്ന പ്രതിയുമായി തെളിവെടുപ്പ്. മഞ്ചേരിയിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ ഭർത്തൃവീട്ടിൽ നേരിട്ടത് കൊടിയ പീഡനമെന്ന് സുഹൃത്ത്. നെന്മാറ കൂട്ടക്കൊലയിൽ തെളിവെടുപ്പിന് പോലീസ് ചെന്താമരയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകി. തൃപ്പൂണിത്തുറ മിഹിർ ആത്മഹത്യയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. അന്വേഷണം തുടങ്ങി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മൊഴി നൽകി മാതാപിതാക്കൾ. ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് രാഹുൽ ഗാന്ധി. എറണാകുളം വേങ്ങൂരിൽ കോളേജ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. ലോക്സഭയിൽ നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചു രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവിന്റെ ചൈന പരാമർശത്തിനെതിരെ ഭരണപക്ഷം. കള്ളം പറയുന്നതായി കിരൺ റിജിജു. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ UPAയ്ക്കും വീഴ്ച പറ്റിയെന്ന് രാഹുൽ. സോണിയാഗാന്ധിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ്. ഡൽഹി നിശബ്ദ പ്രചരണത്തിൽ. 70 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് മറ്റന്നാൾ. ഭരണ തുടർച്ചയ്ക്ക് AAP. അധികാരം പിടിക്കാൻ BJP, കരുത്തുകാട്ടാൻ കോൺഗ്രസ്. കൈവിരലിന് പൊട്ടൽ. രഞ്ജി ട്രോഫി ക്വാർട്ടറിൽ സഞ്ജു സാംസൺ കളിക്കില്ല. IPL-ൽ ആദ്യ മത്സരങ്ങൾ നഷ്ടമായേക്കും. 6 ആഴ്ച വിശ്രമം.